യെസ്, അപ്പോൾ നമ്മൾ ഇന്നു മുതൽ തിരുവനന്തപുരം കായിക കേരളത്തിന്റെ കൂടി തലസ്ഥാനമാവുകയാണ്. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തുടക്കമാകും. പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കും. വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ഞങ്ങൾക്ക് പുറകിൽ കാണുന്ന ദീപശിഖ, ആ ദീപശിഖയിൽ ഇന്ത്യൻ ലെജൻഡ് ഇതിഹാസം IM വിജയനും മന്ത്രി V ശിവൻകുട്ടിയും ചേർന്ന് ദീപശിഖയിൽ അവിടെ തിരികൊളുത്തും. ആ തിരി തെളിയുന്നതോടുകൂടി തന്നെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മത്സരങ്ങൾക്ക് തുടക്കമാകും. ഇന്ന് ഗംഭീരമായ ഒരു പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങ് തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മൈതാനത്ത് വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം തന്നെ കുട്ടികളെ കൊണ്ട് നിറയും. പരേഡുണ്ട്. ആ പരേഡിന് ശേഷമാണ് ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. എനിക്കൊപ്പം നിതിൻ സേവ്യർ, ഒപ്പം ഇസത്ത്, 2 പേരും ചേരുകയാണ്. ഈ മീഡിയ വൺ ഈ സ്പോർട്സ് ഈ ഇത്തവണത്തെ സ്കൂൾ മീറ്റ് വളരെ കാര്യമായി തന്നെ നമ്മളങ്ങ് സമഗ്രമായി തന്നെ റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിതിൻ കഴിഞ്ഞ ഈ സമീപകാലത്ത് നടന്ന ഇവന്റുകളൊക്കെ കവർ ചെയ്തിരിക്കുന്ന റിപ്പോർട്ടറാണ്. വളരെ എക്സ്പീരിയൻസ് ആണ്. പല താരങ്ങളെ അറിയാം, സ്കൂളിനെ അറിയാം. അതുകൊണ്ട് എന്ത് ചലനം നടന്നാലും അത് ഒപ്പിയെടുക്കാൻ നിതിൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇസത്ത് തിരുവനന്തപുരത്ത് അധികാലമായിട്ട് എല്ലാം എത്തിയിട്ട്, പക്ഷേ തിരുവനന്തപുരത്തെ മത്സരവേദികളൊക്കെ കഴിഞ്ഞ ദിവസം കൊണ്ട് തന്നെ എല്ലാം കവർ ചെയ്തു കേട്ടോ. എല്ലാ സ്ഥലത്തും ഇസത്തും പോയിരുന്നു. അത് നിതിൻ, കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് തോന്നുന്നത്? ഇത്തവണ കുറെ കൂടി ഒരു വീറും വാശിയുണ്ട്. ഈ മഴക്കാർ ഒഴിച്ചു നിർത്തിയാൽ മത്സരത്തിന് വീറ് കുറയാൻ സാധ്യതയില്ലല്ലോ. തീർച്ചയായും ഈ സാധാരണ നമ്മൾ കായിക മേഖലയിൽ കേരളം താഴേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും സ്കൂൾ കായികമേളയിൽ അത് പക്ഷേ നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. കാരണം ഈ സ്കൂളുകൾ തമ്മിലുള്ള പോരാട്ടം അല്ലെങ്കിൽ ജില്ലകൾ തമ്മിലുള്ള പോരാട്ടം, പ്രത്യേകിച്ച് ഇപ്പോൾ സ്വർണ്ണക്കപ്പ് കൂടി കൊണ്ടുവരുന്നു. 117.5 ഗ്രാം 5 പവൻ 117.5 പവന്റെ സ്വർണ്ണക്കപ്പ്, മുഖ്യമന്ത്രി വലിയ സ്വർണ്ണക്കപ്പാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഒരു വലിയ തോതിലുള്ള വാശി, പ്രത്യേകിച്ച് പിന്നെ സ്കൂളുകളിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കാണുന്നത് മാർബേസിലൊക്കെ കത്തി എന്നൊരു സമയത്താണ് വളരെ പെട്ടെന്ന് ഐഡിയൽ കടകശ്ശേരി അങ്ങോട്ടേക്ക് വരുന്നു. വീണ്ടും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഐഡിയൽ കടകശ്ശേരിയുടെ ഒരു അപ്രമാദിത്യം. കഴിഞ്ഞ വർഷം മാർബേസിൽ അതിന് വലിയ ചലഞ്ച് കൊടുക്കാനൊക്കെ ശ്രമിച്ചെങ്കിൽ പോലും അതങ്ങോട്ട് മാർബേസിന് എത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തവണ അതൊരു മാറ്റം വരുമോ? അത് ഐഡിയൽ കടകശ്ശേരി തന്നെ തുടരുമോ? പിന്നെ ജില്ലകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്ലറ്റിക്സിൽ മലപ്പുറത്തിനെ മറികടക്കാൻ പാലക്കാടിനാകുമോ? അല്ലെങ്കിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരത്തിന് ഒപ്പം എത്താം? പ്രത്യേകിച്ച് തിരുവനന്തപുരം ഈ അക്വാട്ടിക്സിലെ മികവുകൊണ്ടാണ് തിരുവനന്തപുരം കഴിഞ്ഞ തവണ ഓവറോൾ ചാമ്പ്യന്മാരായത്. അപ്പോൾ വലിയ ഭൂരിപക്ഷം തൃശ്ശൂരുമായി നോക്കിയാൽ വലിയ പോയിന്റിന്റെ വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ കൊച്ചിയുമായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന സ്പോർട്സ് മീറ്റുമായി നമ്മൾ നോക്കി ഇത്തവണ അത്ലറ്റിക്സ് വിവിധ വേദികളായിട്ടാണ് നടക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ താരങ്ങൾക്കും ചിലപ്പോൾ ഓടിയ തന്നെ ഒരു പ്രയാസം ഉണ്ടായിരിക്കും. എല്ലാം അടുത്തടുത്ത് കിടക്കുന്ന സ്റ്റേഡിയങ്ങൾ തന്നെയാണ്. എന്നാലും വിവിധ സ്റ്റേഡിയങ്ങൾ, ഇപ്പം ട്രാക്കിനങ്ങൾ ഒരു സൈഡിലാണെങ്കിൽ ഫീൽഡ് ഇനങ്ങൾ, ജമ്പ് ഒരു സ്ഥലത്തും ത്രോ മറ്റൊരു സ്ഥലത്തുമൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രശ്നങ്ങളെന്ന് പറയാൻ പറ്റില്ല, നമ്മളെ സംബന്ധിച്ചത് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണ് സജ്ജീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഏതായാലും അവസാനമായിട്ട് ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ ഒരു മുൻവർഷങ്ങളിലേക്കാൾ മികച്ച രീതിയിൽ, പ്രത്യേകിച്ച് ഈ സർക്കാരിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ മന്ത്രി V ശിവൻകുട്ടി നമുക്കറിയാം കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ ഇതിന് പുറകെ ഒരുപാട് ഓടി നടന്ന ആളാണ് അദ്ദേഹം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം നമ്മളിത് സ്പോർട്സ് മീറ്റുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് കാണാം. അപ്പോൾ അദ്ദേഹം ഇതിനുവേണ്ടി മുഴുവൻ സമയം ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അവസാനം അല്ലെങ്കിൽ ഈ മന്ത്രിസഭ, അടുത്ത മന്ത്രിസഭയിൽ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ മന്ത്രിസഭയുടെ അവസാനത്തിൽ അല്ലെങ്കിൽ V ശിവൻകുട്ടിയുടെ അവസാനത്തെ ഒരു സ്പോർട്സ് മീറ്റാണ്. അപ്പോൾ അത് അത്രയും കളർഫുള്ളാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്ന കാര്യത്തിൽ വ്യക്തിപരമായി തന്നെ നമ്മൾ അദ്ദേഹത്തെ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹം നേരിട്ട് ഇറങ്ങുന്നത് നമ്മൾ കണ്ടു. ഇസത്ത് നമ്മളെ തിരുവനന്തപുരം ബ്യൂറോയിലെ നമ്മുടെ ജേർണലിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന്റെ ഒരു വൈബ് ഞങ്ങളെക്കാൾ കൂടുതൽ അറിയുന്ന ഒരാളാണ്. മത്സരവേദികളിലൊക്കെ പോയോ? എന്താണ് ഒരുക്കങ്ങളൊക്കെ? ഞാനിപ്പോൾ വന്നിട്ട് ഒരു 3 ആഴ്ച തികയുന്നുള്ളൂ. ഏകദേശം മത്സരവേദികളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം അതിന്റെ ഒരു വൈബിനകത്തേക്ക് തന്നെ കടന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കുട്ടികളും അതുപോലെ തന്നെ ഇന്നലെയൊക്കെ ആണെങ്കിൽ ഒരു ഗതാഗത കുരുക്കൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അത് പ്രധാനമായിട്ട് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കുരുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആളുകളും അതേ ഒരു വൈബിൽ തന്നെ തുടരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇവിടെ ട്രിവാൻഡ്രത്ത് കഴിഞ്ഞ സ്കൂൾ കലോത്സവം നടന്ന സമയത്തും വലിയ ആളുകൾ ഉണ്ടായിരുന്നത് കാണാൻ ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. കായികമേളയുമ്പോൾ കുറെ കൂടി ആളുകൾ എത്തും. അപ്പം ആളുകൾ കൂടി എത്താനുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ ഇവിടെ പ്രചാരണമൊക്കെ നടന്നിട്ടുണ്ടല്ലോ. പ്രചാരണം തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട്. കാരണം ആളുകൾ ഇതിന് ഒരു നെഞ്ചോട് ചേർക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം ആയതുകൊണ്ട്, തലസ്ഥാന നഗരം ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്പിരിറ്റിലും ലഹരിയിലും എല്ലാവരും ഇതിനെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഇസത്തും നിതിൻ സേവ്യറും ഞങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ടീം ഇവിടെ വളരെ തയ്യാറാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ചലനങ്ങളും ഓരോ റെക്കോർഡുകളും ഓരോ റിസൾട്ടുകളും അപ്പോൾ തന്നെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും അപ്പോൾ നമ്മൾ സ്ക്രീനിലെത്താൻ എന്തായാലും ശ്രമിക്കാം.